ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. വീണ്ടെടുപ്പ് എന്ന വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 7ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വീണ്ടെടുപ്പ്. ഈ പഠന പരമ്പരയിൽ സാത്താൻ്റെ തല തകർക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. കാരണം പാപം നിമിത്തം സകല മനുഷ്യരെയും ശത്രുവായ പിശാച്, പല പേരുകളിൽ ശത്രുവിനെ അറിയപ്പെടുന്നുണ്ട്. സാത്താനെന്നും പിശാചെന്നും അപവാദിയെന്നും ദുഷ്ടനെന്നും ഒക്കെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ഈ ശത്രുവിൻ്റെ തല തകർക്കുന്നതിനെക്കുറിച്ചുള്ള വിഷയമാണ് ഈ വീണ്ടെടുപ്പ് എന്ന പഠന പരമ്പരയിൽ 7ാമത്തെ അവതരണത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം കണ്ട ഏറ്റവും മഹാസംഭവമാണ് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലെ മരണം. അതിനേക്കാളും മറ്റൊരു സംഭവം പ്രപഞ്ചത്തിലില്ല. ഏറ്റവും വലിയ സംഭവമാണ്. അത് ദൈവത്തിൻ്റെ വിജയകരമായ പ്രവൃത്തിയായിരുന്നു. എന്തിന്? മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ. കാരണം അവർ നഷ്ടപ്പെട്ടു, അകന്നു, നിലംപതിച്ച് കിടക്കുകയാണ് ദൈവത്തിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന്. അവരെ തിരിച്ചു കൊണ്ടുവരണം, പുനഃസ്ഥാപിക്കണം, വീണ്ടെടുക്കണം. അതിനായി ഏദൻ തോട്ടത്തിൽ എവിടെ വെച്ചാണോ വീഴ്ച സംഭവിച്ചത് അവിടെ വെച്ച് തന്നെ ദൈവം ഒരു വാഗ്ദാനം നൽകി. ഒരു സന്തതിയുടെ വാഗ്ദാനം. ഒരു സന്തതി വരാൻ പോകുന്നു. മനുഷ്യൻ്റെ വീഴ്ച ഉണ്ടായ സമയത്ത് തന്നെയാണ് ആ വാഗ്ദാനം ദൈവം നൽകിയത്. ഏദൻ തോട്ടം 33:15. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വന്ന് പിശാചിൻ്റെ തലയെ തകർക്കും എന്ന് ദൈവം വ്യക്തമാക്കി. ഇവിടെ 2 വാക്കുകളുള്ള പ്രധാനമായി നാം കണ്ടു. സ്ത്രീയുടെ സന്തതി. അത് ലോകരക്ഷകനായി വരാനിരിക്കുന്ന ദൈവപുത്രനായ കർത്താവ് യേശുവിനെ കുറിക്കുന്ന പദമാണ്. സ്ത്രീയുടെ സന്തതി. മറ്റൊരു പദം പിശാചിൻ്റെ തല. നിന്റെ തല തകർക്കും. നിന്റെ ആധിപത്യം, അധികാരം, നിന്റെ മേൽക്കോയ്മ, നിന്റെ ഭരണം എല്ലാം തകർക്കും. അതിനാണ് ആ വ്യക്തി വരുന്നത്. തുടർന്ന് നമ്മൾ ചിന്തിച്ചത് സാത്താൻ്റെ തല ചതയ്ക്കുന്ന, തകർക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ഈ പൈശാചികന്റെ ക്രൂര ഭരണത്തെ, നിയന്ത്രണത്തെ, ആധിപത്യത്തെ തകർത്തില്ലാതാക്കാനാണ്. അത് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കേട്ടു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ വന്നു. ബലവാനെ പിടിച്ച് കെട്ടാൻ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം, ഉദ്ദേശമെന്ന് പറയുന്നത് ഇവനെ പിടിച്ചു കെട്ടണം. സകല മനുഷ്യരെയും അവർ ചെയ്ത പാപം നിമിത്തം ബന്ധനത്തിനാക്കി വെച്ചിരിക്കുമ്പോൾ പിശാചിൻ്റെ ആധിപത്യത്തെ, തലയെ തകർത്ത് മനുഷ്യനെ അവൻ്റെ പിടിയിൽ നിന്ന് വിമോചിക്കണം. ഇത് ദൈവം നിവർത്തിയാക്കി. അത് ക്രൂസിലാണ്. തൻ്റെ പുത്രൻ്റെ ക്രൂസിലെ പരമയാഗത്തിലൂടെ അത് നിവർത്തിയാക്കി. ഇപ്പോൾ ക്രൂസിൽ, കാൽവറിയിലെ മരക്കുരിശിൽ ക്രിസ്തു വിജയകരമായി ഈ ദൗത്യം പൂർത്തിയാക്കി വിജയോത്സവത്തോടെ സാത്താൻ്റെ മേൽ തൻ്റെ വിജയം പ്രഖ്യാപിച്ചു. കർത്താവ് യേശുവിൻ്റെ ജീവിതം, തൻ്റെ ശുശ്രൂഷ, ക്രൂസിലെ മരണം, ഇതിലൂടെയെല്ലാം കർത്താവ് വാസ്തവത്തിൽ അവകാശപ്പെട്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ നിഷ്കളങ്ക ജീവിതം, പാപരഹിത ജീവിതം, മനുഷ്യർക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി മരിക്കുന്നത്, ക്രൂസിൽ മരിക്കുന്നത്, ഇതെല്ലാം കർത്താവ് വ്യക്തമായി അതിലൂടെ അവകാശപ്പെട്ടു, തെളിയിച്ചു. ഒന്നാമത്, താൻ സാത്താനേക്കാളും ശക്തനാണ്. കാരണം സാത്താൻ്റെ പിടികൾ, സാത്താൻ്റെ ആധിപത്യം, സാത്താൻ അടക്കി വെച്ചിരുന്ന, പിടിച്ചു വെച്ചിരുന്ന ജീവിതങ്ങളെ അവരുടെ കൈകളിൽ നിന്ന് മോചിച്ചു പല അത്ഭുതങ്ങളിലൂടെ. രണ്ടാമത്, യേശു തെളിയിച്ച മറ്റൊരു കാര്യം, സാത്താന് എൻ്റെ മേൽ യാതൊരു കാര്യവുമില്ല. പിശാചിനെ യേശുവിനെ തൊടാൻ പറ്റുന്നില്ല. കാരണം യേശുവിൽ പാപമില്ല. കാരണം മുഴുവനും യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളുടെ മേൽ കർത്താവിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു. അത് ക്രൂസിലെ മരണത്തിൽ പോലും തല ചായ്ച്ച് ജീവനെ കൊടുത്തു എന്നൊക്കെ നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് ക്രിസ്തു തൻ്റെ നിഷ്കളങ്ക പാപരഹിത ജീവിതത്തോടെ തെളിയിച്ചത് ക്രൂസിൽ താൻ ലോകത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും വിജയം നേടി. അതിനെ മറികടന്നു. ഞാൻ ലോകത്തെ കീഴടക്കിയെന്ന് യേശു പറഞ്ഞു. പ്രധാനമായിട്ടും കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ പരമയാഗം നമ്മുടെ പാപങ്ങൾക്കുള്ള പകരമായിരുന്നു. നമ്മുടെ പാപത്തിന് പകരമായി. 2, പ്രായശ്ചിത്തയാഗമായിരുന്നു. പാപയാഗമായിരുന്നു, പ്രായശ്ചിത്തയാഗമായിരുന്നു. ഈ 2 വിധത്തിലൂടെയാണ് കർത്താവ് യേശു ക്രിസ്തു സാത്താൻ്റെ മേലും ലോകത്തിൻ്റെ മേലും വിജയം നേടിയത്. മൂന്നാമത്, കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ മരണം നമുക്ക് പകരമുള്ള മരണമാണ്. നാം മരിക്കേണ്ട മരണമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. ഇത് കേൾക്കുന്ന ഓരോ ജീവിതവും എത്രത്തോളം നന്ദിയുള്ളവരാകണം.
ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ മരണമാണ് കർത്താവായ യേശു ക്രിസ്തു, നിഷ്കളങ്കനായ പാപമില്ലാത്ത ദൈവപുത്രൻ എനിക്ക് വേണ്ടി അനുഭവിച്ചത്. കാരണം കർത്താവ് യേശു ക്രിസ്തു പാപത്തിൻ്റെ ഭാണ്ഡം ചുമക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് ആണെങ്കിൽ പോലും പിതാവിൽ നിന്ന് വേർപെട്ടു. എന്തിന്? നാം ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെടാതിരിക്കാൻ. പിതാവ് തള്ളിക്കളയപ്പെട്ടവനെ പോലെ കർത്താവ് ക്രൂശിൽ കണ്ടു, നാം കണ്ടു അതിനെക്കുറിച്ച്. നാം തള്ളിക്കളയപ്പെടാതിരിക്കാൻ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അല്പം സമയത്താണെങ്കിൽ പോലും പാപം ചുമക്കുന്ന ആ പ്രക്രിയയിൽ പാപത്തിന് പ്രായശ്ചിത്ത യാഗമായി തീരുന്ന അവസ്ഥയിൽ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ള പരിശുദ്ധ പിതാവിൽ നിന്ന് താൻ അല്പം മനുഷ്യാവതാരത്തിൽ ക്രൂസിലെ യാഗത്തിൽ വേർപെടുകയാണ്. നാം എന്നേക്കുമായി വേർപെടാതിരിക്കാൻ. ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമുക്ക് പകരമായിട്ടാണ് ക്രൂസിൽ മരിച്ചത്. ആ വേണ്ടി എന്ന വാക്ക് പല വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. റോമർക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. അത് വാക്കെടുത്ത് നാം കാണണം. നമുക്ക് വേണ്ടി മരിക്കാൻ. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. 2 കൊരിന്ത്യർ 5:14, കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. ഗലാത്യർ 2:20 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തു അത്രയും ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി. ഇത് ഗലാത്യർ 3:13, എഫേസ്യർ 5:2 വാക്യങ്ങളെല്ലാം കാണാം. ഇപ്പൊ നമുക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്താണ് ക്രിസ്തു ആ മരണം അനുഭവിച്ചത്. അതിന്റെ ആഴം എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്? ഞാനിത് ജീവിക്കുന്നത് ശരിക്കും ഞാൻ മരിച്ചുപോയി. എന്നിലുള്ള ജീവൻ ശരിക്കും യേശുവിൻ്റെ ജീവനായിരിക്കണം. കാരണം എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. യാഗമായി എനിക്ക് വേണ്ടി, പാപിയായി എനിക്ക് വേണ്ടി ഞാൻ അനുഭവിക്കേണ്ട മരണമാണ് യേശു അനുഭവിച്ചത്. യെശയ്യാ പ്രവാചകനിലൂടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുകയുണ്ടായി, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവന്റെ തലമുറയിൽ ആര് വിളിച്ചു. എൻ്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു. നമ്മുടെ അതിക്രമങ്ങളും പാപങ്ങളുമാണ് കർത്താവിന് ഈ ക്രൂരമായ മരണത്തിന് വിധേയനാകുവാൻ ഇടവരുത്തിയത്. ഇപ്പൊ നാം ചെയ്ത കുറ്റത്തിന് കർത്താവ് നമുക്ക് വേണ്ടി മരണശിക്ഷ അനുഭവിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ജീവിതം ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ മനുഷ്യന്റെ പാപത്തിന്റെ കടം താൻ വീട്ടുന്നതിലൂടെ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യകുലത്തെ പിശാച് പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതായ ആ അവസ്ഥയ്ക്ക് അവസാനം വരും. സാത്താൻ്റെ ശക്തിയെ ഇല്ലാതാക്കി. കാരണം പാപമുള്ളത് കൊണ്ടാണല്ലോ സാത്താൻ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ആ പാപം നീക്കിക്കളയുമ്പോൾ, നമ്മിൽ നിന്ന് പാപം നീക്കിക്കളയുമ്പോൾ, ക്രിസ്തു നമ്മളിൽ നിന്ന് നമുക്ക് വേണ്ടി പാപയാഗമായി, പ്രായശ്ചിത്ത യാഗമായി തീരുമ്പോൾ സാത്താൻ പിന്നെ എന്ത് പറഞ്ഞ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും? തൻ്റെ മക്കളായി തീരുന്നവർക്ക് വേണ്ടി, സുവിശേഷം അനുസരിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തു അങ്ങനെ പകരമായി, പ്രായശ്ചിത്തമായി. ഈ തരത്തിലാണ് കർത്താവ് യേശുക്രിസ്തു പിശാചിനെ പുറത്താക്കി കളയുന്നത്. കർത്താവ് യേശുക്രിസ്തു പിശാചിനെ പുറത്താക്കി കളയാന്ന് പറഞ്ഞാൽ പിശാചിനെ തൊടാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. നമുക്ക് പകരമായി യാഗമായി തീർന്നുകൊണ്ട് സാത്താന് നമ്മളെ ഇനി പാപത്തിൻ്റെ പേരിൽ പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ വിടുവിച്ചു. റോമർ 8:33 ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. നമുക്ക് വേണ്ടി ദൈവമാണ് തൻ്റെ പുത്രനെ അയച്ച് നമുക്ക് വേണ്ടി ഇത് ഒരുക്കി തന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 12:31 കർത്താവ് യേശുക്രിസ്തു സാത്താനെ പരാമർശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി. യോഹന്നാൻ 12:31 അവിടെ ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും, ഞാനോ ഭൂമി നിവർത്തപ്പെട്ട എല്ലാവരെങ്കിലേക്ക് ആകർഷിക്കും. ക്രിസ്തു ഒരിക്കൽ പറയും, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. എന്നാൽ തന്നിൽ പാപമില്ലാത്തതുകൊണ്ട് സാത്താന് തന്നെ പ്രലോഭിപ്പിച്ച് നിയന്ത്രിച്ച് പാപത്തിൽ വീഴ്ത്താൻ സാധിച്ചില്ല. അത് തന്നെയല്ലേ എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിൽ.
ഒരു കർത്താവ് യേശുവിനോട് വിശ്വസ്തയോടുകൂടി സ്നേഹത്തോടെ അനുസരണത്തോടെ വീണ്ടും ജന്മത്തിലൂടെ കർത്താവിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സാത്താന് ദൈവമക്കളുടെ മേൽ ഒരു അവകാശവുമില്ല. വെളിപാട് പുസ്തകം 12:10 ഇത് സ്വർഗത്തിൽ അത് വ്യക്തമായി പ്രഖ്യാപിക്കുക യോഹന്നാന്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസഭയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. നാം കർത്താവ് യേശുവിലാണ് എങ്കിൽ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റ് ദൈവമക്കളാണെങ്കിൽ പിശാചിന് നമുക്കെതിരെ അപവാദം പറയാൻ പറ്റില്ല, നിൽക്കില്ല അപവാദം. അപ്പം നമ്മൾ ക്രിസ്തുവിനാൽ രക്ഷ പ്രാപിച്ചവരാണ്. ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് പകരമായി തീർന്നു. നമ്മളെ കുറ്റം വിധിക്കാൻ അധികാരമുള്ള യോഗ്യതയുള്ള ഏക വ്യക്തി ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകനായി തീർന്നത്. അതുകൊണ്ട് സാത്താനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ വിരൽ ചൂണ്ടിയിട്ട് അപവാദം പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. എങ്കിലും അവൻ ചെയ്തുകൊണ്ടിരിക്കും. അവൻ നമ്മളെ ഭയപ്പെടും. നമുക്ക് വചന പരിജ്ഞാനമില്ലെങ്കിൽ അവൻ നമുക്കെതിരെ അപവാദം പറഞ്ഞ് നമ്മളെ ലജ്ജിപ്പിച്ച് ബലഹീനരാക്കിക്കൊണ്ടിരിക്കും. അപ്പം നാം ക്രിസ്തുവിലാണ്. കർത്താവ് യേശു നമുക്ക് വേണ്ടി നീതീകരണവും വിശദീകരണവുമായി തീർന്നു. മാത്രമല്ല നമുക്ക് വേണ്ടി നിരന്തരം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. റോമർക്ക് ലേഖനം 8:31-34 വാക്യങ്ങളിൽ ഇവിടെ ദൈവാത്മാവ് പൗലോസിലൂടെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തവരാർ കുറ്റം ചുമത്തുക, നീതീകരിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ, ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. നമുക്ക് വേണ്ടി ഒരാളുണ്ട്, നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, നമുക്കൊരു വക്കീലുണ്ട്. നമ്മുടെ കേസുകൾ നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് പകരം നിൽക്കാൻ ഒരാളുണ്ട്. ആ ആളുമായിട്ട് ബന്ധമുള്ളിടത്തോളം കാലം നാം സുരക്ഷിതരാണ്. സാത്താന് വെറുതെ സമയം കളഞ്ഞ് നമുക്കെതിരെ അപവാദം പറയാവുന്നേ ഉള്ളൂ, പ്രയോജനമില്ല. ഇത് വ്യക്തമാക്കി കാണിച്ചു തരുന്നു. ഇങ്ങനെയാണ് പിശാചിന്റെ പ്രവർത്തികളെ യേശു അഴിച്ചത്. പിശാചിന്റെ കെട്ടുകളെ യേശു അഴിച്ചത് ഈ വിധത്തിലാണ്. നമുക്ക് വേണ്ടി പകരമായി തീർന്നു, നമ്മുടെ പ്രായശ്ചിത്ത യാഗമായി തീർന്നു. ആർക്ക് വേണ്ടി? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ കഴിയും. പക്ഷെ അവർ യേശുവിൽ വിശ്വസിക്കണം. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇങ്ങനെ ക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചു, പുറത്താക്കി കളഞ്ഞു. ക്രൂസിൽ വെച്ച് ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ തലയെ തകർത്തു. അത് ആർക്ക് വേണ്ടിയാണ്? തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി, തന്നെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ പിശാച് ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വഴി ഒരുക്കുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തു എന്ത് ചെയ്യാണ്? പിശാചിന്റെ ആധിപത്യത്തെ, അധികാരത്തെ, ബലത്തെ എടുത്തു മാറ്റുകയാണ്, എടുത്തു കളയുകയാണ്. സാത്താൻ വലിയ കാര്യത്തിൽ യഹൂദ അധികാരികളെ, റോമൻ സമൂഹത്തെ, ജനങ്ങളെയുമെല്ലാം ഇളക്കി അവരിലൂടെ തൻ്റെ തല തകർക്കാൻ വന്ന കർത്താവ് യേശുക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയിൽ വാസ്തവത്തിൽ സാത്താൻ തോൽക്കുകയാണ്. സാത്താൻ്റെ ബലത്തെ, കഴിവിനെ, ആധിപത്യത്തെ, മേൽക്കോയ്മയെ കർത്താവ് യേശു എടുത്തു കളയുകയാണ്. തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രക്രിയയിൽ അവൻ്റെ തല തകർക്കുകയാണ്. തൻ്റെ കുതികാൽ അവൻ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ പാമ്പിൻ്റെ തലയെ തകർക്കുവാൻ തൻ്റെ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ ആലങ്കാരികമായി പാമ്പിൻ്റെ അധികാരം തീർന്നു, ആധിപത്യം തീർന്നു. ആ പ്രക്രിയയിൽ താൻ മനുഷ്യ ശരീരത്തിൽ മുറിവേറ്റു, ശരിയാണ്. പക്ഷെ ഈ വിധത്തിൽ മനുഷ്യകുലത്തെ അവൻ്റെ പിടിയിൽ നിന്ന് താൻ രക്ഷിച്ചു. തൻ്റെ പാപരഹിത ജീവിതത്തിൽ പിശാചിന് ഒരിക്കലും യേശുവിനെ പാപത്തിൻ്റെ ചങ്ങലയ്ക്കുള്ളിൽ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല. ഇവിടെയാണ് 1 യോഹന്നാൻ 5:18 ദുഷ്ടൻ അവനെ തൊടുന്നില്ല എന്ന് ദൈവമക്കളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 5:18 വാക്യത്തിൽ ദൈവാത്മാവിലൂടെ യോഹന്നാൻ ഇങ്ങനെ എഴുതി, ദൈവത്തിൽ ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, എന്ന് പറഞ്ഞാൽ സ്വഭാവമായി ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. അവൻ ക്രിസ്തുവിനാൽ സംരക്ഷിക്കപ്പെട്ട് നിൽക്കുകയാണ്, ദുഷ്ടവനെ തൊടുന്നില്ല. വിശ്വസ്തരായ ദൈവമക്കൾ അവർ കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരു പാപരഹിതരല്ല, പാപമില്ലാത്തവരല്ല ദൈവമക്കൾ. യോഹന്നാൻ ലേഖനത്തിൻ്റെ ആരംഭ അധ്യായം തന്നെ പറയും, പാപം ചെയ്തിട്ടില്ലെന്ന് പറയരുത്, പാപമില്ലെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ വചനം നിങ്ങളിലില്ല, സത്യം നിങ്ങളിലില്ല. പക്ഷെ പാപ സ്വഭാവമായി ഒരു ദൈവ പൈതൽ ഒരിക്കലും തുടരില്ല. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ട സാത്താൻ്റെ തലയെ തകർക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ളത്. ഇതിൽ 4-മതായിട്ട് നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തൻ്റെ ക്രൂസിലെ ശക്തിയെ ഉറപ്പിച്ചു. ക്രൂസിലെ ശക്തിയെ വ്യക്തമായി ഉറപ്പിച്ചു. അപ്പോൾ തൻ്റെ നിഷ്കളങ്ക ജീവിതം,
പാപരഹിത ജീവിതത്തിലൂടെ ഒന്നാമത് താൻ സാത്താനേക്കാളും ബലവാനാണെന്ന് കാണിച്ചു. 2, സാത്താന് തൻ്റെ മേൽ യാതൊന്നുമില്ല, യാതൊരു സ്വാധീനമില്ലെന്ന് വ്യക്തമായി കാണിച്ചു തന്നു. 3, തൻ്റെ ക്രൂശിലെ മരണത്താൽ ലോകത്തെയും പിശാചിൻ്റെ മേലും യേശു വിജയം നേടി. 4, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തൻ്റെ ക്രൂശിലെ ശക്തിയെ ഉറപ്പായി വ്യക്തമായി പ്രഖ്യാപിച്ചു. തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ, ഗോൽഗുത്ത മലയിലേക്ക് താൻ പോകുന്നതിന് മുമ്പ് താൻ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ, തൻ്റെ ദൗത്യത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അവരോട് പറയും. യോഹന്നാൻ്റെ സുവിശേഷം 16-33 കർത്താവ് യേശുക്രിസ്തു അവരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി: നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. നിങ്ങൾക്കെന്നിൽ, കർത്താവ് യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന, ക്രിസ്തു പറയുന്ന ദൈവിക സത്യങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യക്തിക്ക് സമാധാനമുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി. ആരുടെ നിയന്ത്രണത്തിലാണ് ലോകം? ആരാണ് എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്? എന്തിനാണ് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നെല്ലാമുള്ള വ്യക്തമായ തിരിച്ചറിവുണ്ട്. ഏത് പ്രതികൂല സാഹചര്യം, പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലാത്തതല്ല സമാധാനം എന്നുള്ളത്. സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രക്ഷുബ്ധമായ, പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിലും നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ചുക്കാൻ നൽകേണ്ട വ്യക്തിയുടെ കൈകളിലേക്ക് നമ്മൾ പരമേൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭവമാണ് സമാധാനം. ഇത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു ഭാഷ, അതും മരണം തൊട്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് കർത്താവ് ഇത് അവരോട് പറയുമ്പോൾ ഇതെന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവ് അവരോട് നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകും, അവരെന്നെ പിടിച്ചു കെട്ടും, ക്രൂശിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത്. ഇതെങ്ങനെയാണ് വാസ്തവമാകുന്നത്? ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടോ, സമാധാനം ഉണ്ടാകുന്നുണ്ടോ? കർത്താവിനെ വാസ്തവത്തിൽ ലോകം പിടിച്ചുകെട്ടി കൊല്ലുകയല്ലേ ചെയ്തത്. അത് ശരിക്കും വിജയമായിരുന്നു. പക്ഷെ അത് വിജയമാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം 3-ാം ദിവസം പ്രഭാതത്തിലാണ്, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് കർത്താവ് പറഞ്ഞതിൻ്റെ ആശയം എന്താണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല. കർത്താവ് യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൻ്റെ വാതിലുകൾ തകർത്ത് പുറത്തേക്ക് വന്നു. ആ വാതിലിൻ്റെ കല്ല് പോലും നീക്കേണ്ടി വന്നില്ല. താൻ മരണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. സാത്താൻ്റെ ആധിപത്യത്തെ തകർത്തു. മരണമാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ആധിപത്യം. പാപത്തിൻ്റെ ശമ്പളം മരണം. പിന്നെ തലപൊക്കില്ല മനുഷ്യൻ, അവിടെ തീർന്നു മനുഷ്യൻ. പാപനിമിത്തം പിശാച് അവനെ പിടിച്ചടക്കി, മരണത്തിൻ്റെ അധികാരിയെ പിശാച് പിടിച്ചടക്കി അവനെ വെച്ചിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ അടിമകളാണ്. അവിടെയൊക്കെയാണ് കർത്താവ് ഇറങ്ങി വന്നിട്ട് സാത്താൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് പാപമില്ലാതെ ജീവിച്ച് മരിച്ചു, ക്രൂസിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണം മുട്ടുമടക്കി, മരണം കീഴ്പ്പെട്ടു, മരണത്തിൻ്റെ മേൽ ആധിപത്യം കാണിച്ചു തന്നു, സാത്താൻ്റെ തല തകർത്തു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വാസ്തവത്തിൽ യേശുവിൻ്റെ ദൈവികത്വത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. കർത്താവ് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കപ്പെടുന്ന ഏറ്റവും വലിയ സംഭവമാണ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. റോമർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുക, 5-ാം വാക്യം, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവൻ. ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുന്ന സംഭവം ഉയർത്തെഴുന്നേൽപ്പാണ്. ഇവിടെ 2 വശത്തൂടെ കാണിക്കും. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതി, പക്ഷെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. താൻ ദൈവപുത്രനാണ്, അഥവാ ദൈവമാണെന്ന് ശക്തിയോടെ പ്രഖ്യാപിക്കപ്പെടുന്ന സംഭവം തൻ്റെ ക്രൂസിലെ മരണത്തിന് ശേഷമുള്ള ഉയർപ്പാണ്. അവിടെയാണ് സാത്താൻ്റെ തലയെ തകർത്തത്, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നത്, മരണം മുട്ടുമടക്കി. ഇപ്പം ക്രിസ്തു യേശുവിലുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് വ്യക്തമായ ധൈര്യവും ഉറപ്പുമുണ്ട്. തൻ്റെ വീണ്ടെടുപ്പ്, മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് അതൊരു യാഥാർത്ഥ്യമാണ്. നിത്യജീവനിലേക്കുള്ള യാത്രയാണ് ഒരു വിശ്വാസിക്കുള്ളത്. യേശുവാണ് ആദ്യഫലമായി നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നത്. ഈ വിഷയത്തിൽ ഇത് വെറും ദിവാസ്വപ്നമല്ല, ഇത് വെറും വിഫലമായിട്ടൊരു പ്രതീക്ഷയല്ല. ഇത് ബൈബിളിൽ വ്യക്തമായി പറയുന്ന സത്യമാണ്. ചരിത്രപരമായി ഉറപ്പിക്കപ്പെട്ടതാണ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന അല്പം ചെറിയ സമയം കൊണ്ട് നമുക്ക് ചിന്തിക്കാം സാത്താൻ്റെ തല തകർത്തതിനെക്കുറിച്ച്, പാമ്പിൻ്റെ തല തകർത്തതിനെക്കുറിച്ച്. പിശാചും ക്രിസ്തുവും തമ്മിലുള്ള സംഘർഷം, പോരാട്ടം ആത്മീകമാണ്.
ഇത് ആത്മിക പോരാട്ടമാണ്, ആത്മിക പോർക്കളമാണ്. ക്രിസ്തുവും സാത്താനും. നമ്മുടെ ഈ പോരാട്ടം അത് തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സ്നേഹിതന്മാരോ മറ്റുള്ളവരോ നമുക്കെതിരെ നിന്ന് പലതരത്തിലും പോരാടുമ്പോഴും അതും ആത്മീകം തന്നെയാണ്. അവരല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ മുമ്പിൽ കാണുന്ന നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ. അവരെ മറ്റൊരു ശക്തി ഉപയോഗിക്കുകയാണ്. എഫേസ്യ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൽ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമുക്ക് മുമ്പിൽ ദുരുപദേശമായി കടന്നു വരുന്ന വ്യക്തി, അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, ആ വ്യക്തിയിലുള്ള പിശാച് നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ പോരാട്ടം ആ വ്യക്തിയോടല്ല. ആ വ്യക്തിക്ക് അറിവില്ലായ്മയുണ്ട്, സാത്താൻ്റെ കൈകളിൽ താൻ വിൽക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ പോരാട്ടം അന്ധകാര ശക്തിയോടാണ്. ദൈവം എന്ന വാളുപയോഗിച്ചുകൊണ്ട് മാത്രമേ അതിനെതിരെ പോരാടാൻ പറ്റൂ. പക്ഷെ ആദ്യം മനസ്സിലാക്കണം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇപ്പൊ അപവാദി കർത്താവ് യേശുവിനോട് വളരെയധികം തവണ ഇങ്ങനെ മത്സരിക്കുകയും പ്രലോഭിപ്പിക്കുകയും പാപത്തിൽ വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ആദ്യത്തെ 11 വാക്യങ്ങൾ, അതുതന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം ആദ്യത്തെ 13 വാക്യങ്ങൾ. ആ പരീക്ഷണങ്ങളെ നമുക്കറിയാം. മലയുടെ മുകളിൽ നിന്ന് കൊണ്ടുപോയി നിർത്തിയിട്ട് ഇതെല്ലാം നിനക്ക് തരാം, കല്ല് അപ്പമാക്കാൻ പറഞ്ഞത്, വീണ് നമസ്കരിക്കാൻ പറഞ്ഞത്. കർത്താവേശുവിനെ പല വിധത്തിൽ, കാരണം മനുഷ്യാവതാരത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ സാത്താൻ്റെ മേഖലയിലേക്കാണ് കയറി ചെന്നത്. സാത്താൻ്റെ പടക്കളത്തിലേക്കാണ് കർത്താവേശു വരുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പിശാചല്ല, ആത്മാവിൻ്റെ നിയന്ത്രണമാണ്. പിശാചിൻ്റെ പോർക്കളത്തിലേക്ക് നടത്തി അവിടെ ജയിക്കണം. തൻ്റെ അടുത്ത ശുശ്രൂഷകൾ സംഭവിക്കണമെങ്കിൽ ഈ ആദ്യത്തെ പോരാട്ടം തുടങ്ങണം. പോരാട്ടത്തിൽ താൻ തെളിയിക്കണം. പിശാചൊരുക്കുന്ന തന്ത്രങ്ങൾ, യേശുവിലുള്ള ദൈവിക ശക്തി വെറും ആഹാരത്തിന് വേണ്ടി, ആഹാരമുണ്ടാക്കാൻ വേണ്ടി, കല്ല് അപ്പമാക്കാൻ വേണ്ടി ഉപയോഗിക്കുമോ, ലോകത്തെ നേടാൻ വേണ്ടി കുറുക്ക് വഴികൾ സ്വീകരിക്കും. ഇങ്ങനെ പലതരത്തിൽ സാത്താൻ തന്ത്രപൂർവ്വം യേശുവിനെ കൊടുക്കാൻ നോക്കി. പക്ഷെ എല്ലാ പോരാട്ടത്തിലും ക്രിസ്തു അവനേക്കാൾ ശക്തനാണെന്ന് തെളിയിച്ചു. അവനെ പിശാചിനേക്കാളും ശക്തനാണ് തെളിയിച്ചു. കാരണം താൻ ജീവിച്ചത് പാപരഹിത ജീവിതമാണ്. തന്നിൽ ഏതെങ്കിലും തരത്തിൽ തൻ്റെ പ്രവൃത്തിയിലോ വാക്കിലോ ചിന്തയിലോ നോട്ടത്തിലോ മനോഭാവത്തിലോ താല്പര്യത്തിലോ ആലോചനയിലോ സ്വപ്നത്തിലോ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ വെറും ശരീരം മാത്രമല്ല, എൻ്റെ മനസ്സിലും വികാരത്തിലും ചിന്തയിലും നിരൂപണത്തിലും ആഗ്രഹത്തിലും മനോഭാവത്തിലും ഏതെങ്കിലും മേഖലകൾ തെറ്റായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് അറിയുന്ന പിശാച് യേശുവിനെ പിടിച്ചു കിട്ടും. യേശുവിനറിയാം. തൻ്റെ പ്രാർത്ഥനാ ജീവിതവും വചനപരിജ്ഞാനവും ദൈവത്തോടുള്ള സമ്പർക്കവും പാപരഹിത ജീവിതം ജീവിക്കാൻ ഇടവരും. കാരണം താൻ വന്നൊരു വലിയ ലക്ഷ്യത്തിനാണ്. പിശാചിൻ്റെ തലയെ തകർത്ത് മനുഷ്യകുലത്തെ രക്ഷിക്കണം. പൂർണ്ണമായും പാപരഹിത ജീവിതം ജീവിച്ചു. അങ്ങനെ ജീവിച്ചാണ് ക്രൂശിലേക്ക് പോയത്. ക്രൂശിൽ പോയപ്പോൾ പിശാചിൻ്റെ മേലുള്ള അവസാനത്തെ ആണിയും യേശു അടിച്ചു. ഇവിടെ വെച്ച് തന്നെ യേശു പലതവണ സാത്താനെ കാണിച്ചു കൊടുത്തു. നിന്നെ ഞാൻ പിടിച്ചു കെട്ടും, നീ പിടിച്ചടക്കിയ ജീവിതങ്ങളെ ഞാൻ വിടുവിക്കും, അങ്ങനെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് മത്തായി 12 വ്യക്തമായി കാണിക്കും. യേശു ഇത് ഓരോ അത്ഭുതങ്ങളും സാത്താൻ പിടിച്ചടക്കിയ ഓരോ മേഖലയിലുള്ള ആധിപത്യമായിരുന്നു. അത് കുരുടൻ്റെ കണ്ണു തുറക്കുമ്പോഴും, മുടതോ നടക്കുമ്പോഴും, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോഴും, അഞ്ചപ്പം കൊണ്ടായവരെ പോഷിപ്പിക്കുമ്പോഴും, പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുമ്പോഴൊക്കെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ആധിപത്യം തെളിയിക്കുന്നതായിരുന്നു തൻ്റെ അത്ഭുതങ്ങൾ. ജനങ്ങളെ കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്തതല്ല അത്. അതൊരു പോരാട്ടം നടക്കുകയാണ്. അവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ് സാത്താൻ്റെ മേഖലകളുമായി. അവർ പോലും യേശുവിനെ തിരിച്ചറിഞ്ഞു. അശുദ്ധാത്മാക്കൾ തിരിച്ചറിഞ്ഞു അത്യുന്നത ദൈവത്തിൻ്റെ പുത്രനാണ്. പക്ഷെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ സാക്ഷ്യം എനിക്ക് വേണ്ട. യേശു പലപ്പോഴും സൗഖ്യപ്പെടുത്തുമ്പോൾ പറയും, ആരോടും ഇപ്പോൾ നിങ്ങൾ പോയി പറയണ്ട, നിങ്ങൾ പറഞ്ഞിട്ട് ആരും എൻ്റെ അടുക്കൽ വരണ്ട. അങ്ങനെ യേശു തെളിയിച്ചു. അവസാനം ക്രൂസിൽ അത് പൂർണ്ണമാക്കി. കല്ലറയിൽ താൻ കിടക്കുമ്പോൾ 3-ാം നാൾ ഉയർച്ചെഴുന്നേറ്റ് താൻ നേരത്തെ പറഞ്ഞത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഈ അവസാന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വിജയം, പിശാചിൻ്റെ മേലും മരണത്തിന് മേലുള്ള വിജയം, അത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രായോഗിക നന്മകളും അനുഗ്രഹങ്ങളാണ് കൊണ്ടുവന്നത്. പാപത്തിൽ ബന്ധിക്കപ്പെട്ട് ജീവിക്കുന്ന ബലഹീന ശരീരമുള്ള വിശ്വസ്തരായ ദൈവമക്കൾക്ക് ക്രിസ്തുവിൻ്റെ ക്രൂസിലെ വിജയം ഏതൊക്കെ തരത്തിലുള്ള നന്മകളാണ് തരുന്നത്. അതിലൊരു പോയിന്റ് മാത്രം ഇന്ന് പറയാം. ഒന്ന്, ക്രിസ്തുവിൻ്റെ പാപരഹിത ജീവിതം.
അത് വിജയകരമായ ഒരു മരണത്തിലേക്ക് തന്നെ നയിച്ചു. പാപരഹിത ജീവിതം ഉള്ളതുകൊണ്ടായിരുന്നു മരണത്തിൻ്റെ മേൽ വിജയം നേടിയത്. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 56-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു സത്യം വിളിച്ചു പറയും. 1 കൊരിന്ത്യർ 15:56 ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം. പാപത്തിന്റെ ശക്തിയായ പ്രമാണം. മരണത്തിന്റെ വിഷമുള്ള, മരണത്തിലേക്ക് നമ്മെ എത്തിച്ച വിഷം പാപമാണ്. ഈ പാപം എന്താണെന്ന് കാണിച്ചിരുന്നതാണ് പ്രമാണം. അത് വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയും. പക്ഷെ ക്രിസ്തുവിൽ പാപമില്ല. ശരീരമുണ്ട്, പാപം ചെയ്യാൻ പറ്റുന്ന ശരീരമാണ്. താൻ സൂക്ഷിച്ചില്ലെങ്കിൽ ആ ശരീരത്തിൽ പാപം സംഭവിക്കാം. പക്ഷെ ക്രിസ്തു വളരെ ദൈവഭക്തിയിൽ മുതിർന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറ്റിരുന്നു. എബ്രായലേഖനം 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. സാത്താൻ എന്തുകൊണ്ടാണ് പരീക്ഷണങ്ങൾ ഒരുക്കിയത്? യേശുവിൻ്റെ അശ്രദ്ധ വന്നാൽ യേശുവിനെ വീഴ്ത്താം, യേശുവിനെ പിടിക്കാം, യേശുവിനെ എങ്ങനെയെങ്കിലും കൈയടക്കാം, ഈ ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിക്കാം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് മനുഷ്യനായി വന്ന വ്യക്തി. കാരണം സകല മനുഷ്യരെ വീഴ്ത്തിയ തനിക്ക് ഈ വ്യക്തിയെ വീഴ്ത്താൻ കഴിയുമെന്ന ധാരണയായിരുന്നു. അവിടെയാണ് അവൻ തോറ്റുപോയത്. ഇതാരോടാണെന്ന് അവന് വ്യക്തമായി ബോധ്യം മനസ്സിലായില്ല. ഇപ്പോൾ യോബിനെ പരീക്ഷിക്കുമ്പോൾ പിശാചിന് അറിഞ്ഞില്ല താൻ ആരോടാണ് ഇടപെടുന്നത്. ഈ ദൈവഭക്തനോട് ഇടപെടാൻ തനിക്ക് കഴിവില്ല, അതിനുള്ള ആയുധം തൻ്റെ കയ്യിലില്ല. കാരണം അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇപ്പൊ ക്രിസ്തു പാപമില്ലാത്തവനാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ വിഷമുള്ള യേശുവിൽ കയറിയില്ല. പാപത്തിൻ്റെ വിഷം, ആ പാപത്തിലൂടെ വിഷമാണ് കയറുന്നത്. ഒരു ചെറിയ പാപം നമ്മൾ വിചാരിക്കും, നിസാര പാപം, പക്ഷെ അതിലൂടെ കയറുന്ന വിഷമാണ്. അത് യേശുവിൽ കയറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ഇപ്രകാരം പെന്തക്കോസ്ത് നാളിൽ വിളിച്ചു പറയുമ്പോൾ ഈ വലിയ സത്യം വിളിച്ചു പറഞ്ഞ് അപ്പോസ്തലരുടെ പുസ്തകം 2-23-24 വാക്യങ്ങളിൽ ഇപ്പം അവിടെ നിങ്ങൾ തന്നെ അറിയുമ്പോൾ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ദൈവം നിങ്ങൾ കാണിച്ചത്, ദൈവം കാണിച്ചു തരാനുള്ള മാർഗമാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ. കാണിച്ചെന്ന പുരുഷനായ നസ്രായന യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈകളാൽ തറപ്പിച്ചു വന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യം. മരണത്തിൽ നമ്മെ പിടിച്ചു വെക്കണമെങ്കിൽ മരണം എന്താണ്? പാപത്തിൻ്റെ ശമ്പളമാണ്. പാപം ചെയ്താൽ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് വരുന്നതാണ് മരണം. ഇപ്പം മരണത്തിന് മേഖലയിലേക്ക് കർത്താവ് കയറി ചെല്ലുമ്പോൾ മരണം തന്നെ ക്രിസ്തുവിനെ പിടിച്ചു വെക്കണമെങ്കിൽ യേശുവിൽ പാപമുണ്ടാകണം. പക്ഷെ മരണത്തിന് തൊടാൻ പറ്റുന്നില്ല. മരണത്തിൻ്റെ കയറുകളൊക്കെ പൊളിഞ്ഞു പോകണം, സിംസോനെ കെട്ടി കയറ് പോലെ. മരണത്തിന് യേശുവിനെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല, കാരണം യേശുവിൽ പാപമില്ല. പാപമില്ലാത്ത യേശുവിനെ എങ്ങനെ മരണത്തിന് പിടിച്ചു കെട്ടാൻ പറ്റും? യേശു കടന്നുപോയ മാർഗങ്ങളിലൂടെ, യേശു ആ വിസ്താരത്തിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും തൻ്റെ വാക്കിലൂടെ മോശമായ വാക്കുകൾ പറയാം. ക്രൂശിൽ കിടക്കുമ്പോൾ അന്യായമായി താൻ വേദനിപ്പിക്കപ്പെടുമ്പോൾ ഏത് മനുഷ്യനും വഴി തെറി പറയും, മോശമായ വാക്കുകൾ പറയും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കും. കാരണം താൻ അന്യായമായിട്ടൊരു കഷ്ടം അനുഭവിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശരിക്കുള്ള ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരും. ആ തരത്തിൽ പോലും യേശുവിനെ കടന്നുപോയിട്ടും തൻ്റെ വായിൽ നിന്ന് ഒന്നും വന്നില്ല. തന്നെ ഒന്നും ഇല്ല. പാപമില്ലാത്തവൻ, പാപം എന്തെന്നറിയാത്തവൻ. മരണത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല യേശുവിന്. അത് വ്യക്തമായി പത്രോസ് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ അത് ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ പിന്നിലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാത്താൻ യേശുവിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും സാത്താൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കാൻ നമ്മളാണ് തകരുന്നത്. മുള്ളിനെതിരെ തുകയ്ക്കുന്ന പോലെ നമ്മൾ വിചാരിക്കും ഞാൻ ഇപ്പം തകർക്കും ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സഭയെ ഞാൻ തകർക്കും. പക്ഷെ ഞാൻ തകരും. അത് നമ്മൾ അറിയുന്നില്ല. ഇപ്പം ഇവിടെ ഇതാ കർത്താവിൻ്റെ നിഷ്കളങ്ക ജീവിതം, പരിപൂർണ ജീവിതം തൻ്റെ മരണത്തിലൂടെ സാത്താൻ്റെ ശക്തി ഇല്ലാതാക്കി. അതാണ് എബ്രായ ലേഖനത്തിൻ്റെ സാക്ഷ്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുന്നുണ്ട്, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണപര്യന്തം ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. അടിമത്തത്തിൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ, ഭീതിയിൽ, ഭയത്തിൽ കിടക്കുന്ന മനുഷ്യകുലത്തിന് മരണമാണ് പേടി. എന്തു വന്നാലും മരിക്കുമോ മരിക്കുമോ മരിക്കുമോ. ഇനി ആ ഭയം വേണ്ട. നിത്യതയുടെ കവാടം ഞാൻ തുറന്നിടുകയാണ്. നിങ്ങൾ ഈ ലോകത്തിൽ മരണത്തിലൂടെ കടന്നുപോയാൽ ഇപ്പുറത്ത് സുന്ദരമായൊരു സ്ഥലത്തേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. മരണഭയം മാറി,
നമ്മൾ പോകുന്ന മനോഹരമായ സ്ഥലത്തേക്കെന്ന് അറിയുമ്പോൾ അന്നേരം അല്പമുള്ള യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മറക്കും. അപ്പോൾ നോക്കാം, തൻ്റെ മരണത്തിലൂടെയുള്ള സാത്താൻ്റെ ശക്തി ഇല്ലാതാവുകയാണ്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. കർത്താവേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എൻ്റെ അനുഗ്രഹമില്ല. പാപം നശിപ്പിച്ച മനുഷ്യകുലത്തിന്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധത്തെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യകുലത്തിന് കർത്താവ് യേശു രക്ഷകനായി കടന്നു വന്ന് പാപയാഗമായി തീർന്ന് അവർക്ക് വേണ്ടി മരിക്കുമ്പോൾ അവരെ അനുഗ്രഹത്തിലേക്ക് നടത്തുകയാണ്. ഇനി സാത്താൻ അതുകൊണ്ടാണ് ദൈവമക്കളെ കുറ്റപ്പെടുത്താൻ പറ്റാത്തത്. ദൈവമക്കൾ ക്രിസ്തുവിൽ വിശ്വസ്തരായി ജീവിക്കുന്നുണ്ടെങ്കിൽ കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രസ്താവിക്കേണ്ടത്. കൊലോസ്യർ 2:14-15 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ, ഇത് പുതിയ നിയമം, നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് പഴയ നിയമം. അപ്പം പുതിയ ആത്മാവിൻ്റെ പ്രമാണത്തെക്കുറിച്ചാണ്. ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു. കാരണം പുറജാതികൾക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കയറി വരാൻ പറ്റില്ല. ഈ ന്യായപ്രമാണം നിൽക്കുന്നിടത്തോളം അത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 3 പ്രയോഗങ്ങൾ ഇവിടെ കാണാം. ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ തടസ്സങ്ങൾ നീക്കി. എന്നിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ഒരേ പരസ്യമായി കാഴ്ച. സാത്താൻ്റെ തലയിൽ ഒരു വിധത്തിൽ ക്രിസ്തു താണ്ഡവമായി. യേശുവിനെ തകർത്തു, അവൻ്റെ തല തകർത്തു. 33:15 മറക്കരുത്. യേശുവിൻ്റെ പേര് വിജയം നേടി. കർത്താവ് യേശുവിനെ വിശ്വസിക്കുന്നവർക്കാണ് വിജയം. അങ്ങനെ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്ന പോലെ മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ കൈകളിലാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈ വെച്ചിട്ടുണ്ട്. മരണവും പാതാളവും കർത്താവ് യേശുവിൻ്റെ വരവിൽ പാതാളം അവസാനിക്കും. പാതാളത്തിലുള്ള പർദീസിലുള്ളവരും യാതനാ സ്ഥലത്തുള്ളവരും പോകേണ്ട സ്ഥലത്തേക്ക് നിർണയിക്കപ്പെടും. പർദീസിലുള്ളവർ സ്വർഗത്തിലേക്കും പാതാളത്തിലുള്ള നരകസ്ഥലത്ത് യാതനാ സ്ഥലത്തുള്ളവർ നരകത്തിലേക്കും പോകും. അതോടുകൂടി പാതാളം അവസാനിച്ചു. പാതാളം ഇനിയില്ല. അപ്പം ക്രൂശിൽ വെച്ച് ക്രിസ്തു സാത്താൻ്റെ തലയെ തകർത്തു. ആധിപത്യം, അധികാരം, മേൽക്കോയ്മ തകർത്തു. സാത്താൻ്റെ തലയെ തകർക്കുമ്പോൾ ക്രിസ്തു മരണത്തിലൂടെയാണ് തകർത്തത്. ഇവിടെ ഇതുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടല്ല, അത് ജീവിച്ചുകൊണ്ടുമല്ല. ജീവിതം വേണം, നിഷ്കളങ്ക പാപരഹിത ജീവിതം വേണം, പാപത്തിൽ വീഴാത്തൊരു ജീവിതം വേണം. പക്ഷെ അതുകൊണ്ടുമല്ല, മരണത്താൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ്. ആ പ്രക്രിയയിൽ, പാമ്പിൻ്റെ തലയെ ശക്തമായി ചവിട്ടിയ പ്രക്രിയയിൽ തൻ്റെ കാല് മുറിവേറ്റു. മനുഷ്യാവതാരത്തിൽ താൻ വേദനിച്ചു. പക്ഷെ അതിലൂടെ പിശാചിൻ്റെ ആധിപത്യം തകർന്നു. ഈ അനുഗ്രഹം ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്. ദൈവമൊക്കെ പിന്നീട് നമ്മൾ കാണും, വിശ്വാസികളെ നമ്മുടെ കാൽ കീഴെ സാത്താനെ ചതച്ചരച്ച് കളയാൻ കഴിയും, നാം യേശുവിനോടൊപ്പം വിശ്വസ്തരാണെങ്കിൽ. എപ്പോഴും മറക്കരുത്. ഈ ഒരു വ്യക്തമായ ചിത്രം കാണാം. പിശാചിൻ്റെ തലയെ തകർത്ത ക്രിസ്തു, അവൻ്റെ തലയെ തകർത്ത് ആ പ്രക്രിയയിൽ തൻ്റെ കുതികാൽ മുറിവേറ്റു. അപ്പം ഇങ്ങനെയാണ് കർത്താവ് നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയത്. നിസ്സാരമല്ല വീണ്ടെടുപ്പ്. പൊന്ന് വെള്ളിമല അഴിയുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തത്. ക്രിസ്തുവിൻ്റെ നിഷ്കളങ്ക രക്തം, തൻ്റെ മരണം, പാപമില്ലാത്ത നിഷ്കളങ്കമായ തൻ്റെ മരണം, ആ രക്തമാണ് നമ്മൾക്കിന്ന് ജീവൻ നൽകിയത്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ, ബോധം കിട്ടാൻ, മനസ്സിലാക്കാൻ, അതിൻ്റെ പ്രതിഫലനമായി ദൈവത്തെ നന്ദിയോടെ നമസ്കരിച്ച് ആരാധിപ്പാൻ, ജീവിതം മുഴുവൻ നന്ദിയുള്ളൊരു ജീവിതമായി തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഇടവരട്ടെ. ക്രിസ്തുവിനെ ഞാൻ നിമിത്തം ഒരിക്കലും അപമാനം ഉണ്ടാകരുത്, ഒരു മോശമായൊരു അവസ്ഥ ഉണ്ടാകരുതെന്നുള്ള തീരുമാനമുള്ളവരായി ജീവിക്കുക. നമ്മളെ വീണ്ടെടുത്ത കർത്താവിനോട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഒരിക്കലും പകരം കൊടുക്കാൻ പറ്റില്ല. ജീവിച്ചുകൊണ്ട് മാത്രമേ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തന്നതിന് നമുക്ക് പകരമാകാൻ പറ്റും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനം. താങ്ക് യു.